ഹലോ, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഒന്ന് ടൗണിൽ പോകാനുണ്ട് കേട്ടോ. വല്യമ്മയ്ക്ക് ഒരു സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ വരുന്നുണ്ട്. അപ്പോൾ കൂടെ പോയി കൊടുക്കാം കേട്ടോ. ഇതേ രാവിലെ തന്നെ കൈയൊന്ന് മുറിവായിട്ടുണ്ടേ. ഇനി എന്ത് ചെയ്താലും എങ്ങനെ നോക്കിയാലും ഇന്ന് ഫുള്ളും എൻ്റെ വിരൽ പൊങ്ങിയിട്ടായിരിക്കും കേട്ടോ. ഇന്നത്തെ റെഡി ആവലിന് കുറച്ച് ടിസ്റ്റുകളുണ്ട് കേട്ടോ. നമുക്ക് വരുന്ന വഴി കാണാം കേട്ടോ. അങ്ങനെ അതെ എപ്പോഴത്തെയും പോലെ തന്നെ ലിപ് ബാം, മോയ്സ്ചറൈസർ, സൺസ്ക്രീന് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ ടിസ്റ്റ് വരുന്നത്. ഞാൻ ദേ വീണ്ടും പോയി മുഖമൊക്കെ കഴുകി വന്നു കേട്ടോ. എന്താ ചോദിച്ചാൽ എനിക്കെന്തോ അതൊക്കെ ഇട്ടപ്പോൾ ഒരുമാതിരി പോലെ തോന്നി. അപ്പോൾ ഞാൻ പോയി കഴുകി. സത്യം പറഞ്ഞാൽ കഴുകിയപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ആശ്വാസം തോന്നി കേട്ടോ. എൻ്റെ ഇടനേരത്തുള്ള സ്വഭാവം കേട്ടോ ഇത്. ഒക്കെ ചെയ്ത് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സുഖം തോന്നൂല. അപ്പോൾ പോയി മുഖമൊക്കെ കഴുകി വീണ്ടും ഇതേപോലെ സിമ്പിളായിട്ടൊരു പൊട്ടും ലിപ്സ്റ്റിക്കും മാത്രം ഇട്ടിട്ട് പോകും കേട്ടോ. ഇതേ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് ഒരുവിധമൊക്കെ തീർന്നിരിക്കുന്നു. എന്നാലും ഞാൻ വടിച്ചെടുത്ത് ഉപയോഗിക്കും കേട്ടോ. ഇനിയുള്ള ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഹെയർ എന്നുള്ളത്. നമുക്കറിയാമല്ലോ ഞാൻ ഹെയറും കൊണ്ട് എന്താ ചെയ്യൽ എന്നുള്ളത്. ഇനിയാണ് നമുക്ക് അടുത്ത ടിസ്റ്റ് വരുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയി ഡ്രസ്സ് മാറ്റി കേട്ടോ. മറ്റേ ഡ്രസ്സ് ഇട്ട് എല്ലാം കഴിഞ്ഞപ്പോഴേ എനിക്കതൊരു മേനെ അങ്ങ് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതങ്ങ് പോയി മാറ്റി. ഇതെൻ്റെ സ്ഥിരം സ്വഭാവം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് നോയ്സ് ഉണ്ടെന്ന് അറിയാം കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല. എവിടെ വന്നിരുന്ന് വോയിസ് കൊടുക്കാൻ നോക്കിയാലും ഇതാട്ടോ അവസ്ഥ. പിന്നെ അതേ മുടിയൊക്കെ ഇങ്ങനെ വലിച്ച് വാരി കെട്ടിയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ കണ്ണട എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അതില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ അതേ വീട്ടിൽ മരമൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ തിക്കും തിരക്കും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഇതേ ഫാമിലിക്കാണ് വന്നിട്ടുള്ളത്. ഇവരെ കസ്റ്റമർ ഡീലിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അധികം വരാറ് കേട്ടോ. അങ്ങനെ അവർ സാരി സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ശരി.